അത് തന്നെ 4 വർഷമായി പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന്റെ വിജയം ആണെന്ന് ഒരുപാട് സന്തോഷവും മനസ്സിന് ഒരുപാട് സമാധാനവും ഉള്ള ഒരു ദിവസമാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ നിന്ന് നമ്മളെക്കാൾ മുന്നിൽ നിന്ന് നയിച്ച ദിനേശേട്ടൻ ഇപ്പോൾ നമ്മളെ കൂടെ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ മാതാവ് പെട്ടെന്ന് മരിച്ച ഒരു അവസരത്തിൽ ആ ഒരു വിഷമമുണ്ട്. എന്നാലും എല്ലാം കൊണ്ടും തീർച്ചയായും ഇതുവരെ നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവഗണിച്ച് പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ശക്തമായ മറുപടി അത് തന്നെ. നമ്മളെ സാധാരണ വീട്ടമ്മയാണ് ദർശന, അതാണ് ഒരു അധികാര കേന്ദ്രത്തോട് പൊരുതി വിജയം ധരിച്ചിരിക്കുകയാണ്. എന്താ തോന്നുന്നത് ഈ സമയത്ത്? വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മളെ കൂടെ നിന്ന് പൊരുതിയ ഒരുപാട് നല്ല മനുഷ്യരുടെയും കൂടെ ആ ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു വിജയം. ഒരുപാട് ആളുകൾ, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട ദിനേശേട്ടൻ, പിന്നെ നമ്മളെ കൂടെയുള്ള കൺവീനർ മുസ്തഫക്ക, ലത്തീഫ്ക, പിന്നെ എല്ലാ സമരസമിതി അംഗങ്ങള്, പിന്നെ നമ്മളെ കൂടെ നിന്ന് ഒരുപാട് സംഘടനകള്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മളെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ അവരൊന്നും നമ്മൾ മരണം വരെ മറക്കാൻ പറ്റാത്ത അത്രയും ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ വിവിധ UDF-ന്റെ മുഴുവൻ മുസ്ലിം ലീഗായാലും വനിതാ ലീഗ്, മഹിളാ കോൺഗ്രസ്, എന്താ പറയുക, എല്ലാവരും നമ്മളെ ഒരു സഹോദരിയായിട്ട്, ഇവിടെ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മതോ ജാതിയോ രാഷ്ട്രീയോ ഒന്നും നോക്കിയിട്ടല്ല, ഒരു വേദനിക്കുന്ന ഒരു സഹോദരിയെ കൂടെ നിർത്തിയിട്ട് മനുഷ്യത്വത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് എന്റെ കൂടെ നിന്നതിന്റെ ആ ഒരു പോരാട്ടത്തിന്റെ വിജയമാണെന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. അവരോടൊക്കെ എല്ലാ തരത്തിലും നന്ദിയും കടപ്പാടും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണ വീട്ടമ്മ എനിക്ക് ഇത്രയും വലിയൊരു വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒരുപാട് ബാക്കിൽ ഒരാളുകൊണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ്. മീഡിയ എന്ന് പറഞ്ഞാല് ഒരു കേസിന്റെ പുറകെ ഇത്രയും കാലം നിന്നിട്ടുണ്ട്, 4 വർഷത്തോളമൊക്കെ ഇത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടോ അറിയില്ല. സത്യം നമ്മളെ ഭാഗത്താന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും നിന്നത് എന്ന് പറയാം. നിങ്ങൾ തന്ന ഒരു സ്നേഹവും സപ്പോർട്ടും അതൊന്നും ഒരിക്കലും മറക്കാനോ ഒരു നന്ദി കൊണ്ടൊന്നും തീരുന്നതല്ല. ആർക്കെതിരെയാണോ പരാതി പറഞ്ഞത്? ആശുപത്രിയിലാണല്ലോ സന്തോഷത്തിനൊപ്പം ആശങ്കയോ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരാശങ്കയിലും ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് ഒരാളെ എതിരെ വന്നിട്ടില്ല. നമുക്ക് വന്ന ആ ഒരു നീതികേടിന് ഒരു പരിഹാരം അതാണ്. നമുക്കൊരാളെയും ഉപദ്രവിക്കാനോ ഒന്നിനും നമ്മൾ തുനിഞ്ഞിട്ടില്ല, നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയില്ല, ഒരു ടെൻഷനും ഇല്ല. നഷ്ടപരിഹാരം നമ്മൾ ഇന്നലെ VD സതീശൻ സാറിന് കണ്ടു. നമ്മളെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ നമ്മളെ കൂടെ ഉള്ള അന്ന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഞാൻ ചോദിച്ചു ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ലേ എന്നാ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്ത് തീരുമാനിക്കാനാണ്, അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, ഞാനല്ലേ ഏറ്റെടുത്തത് എന്നാ പറഞ്ഞത്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷയില്ല, മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എങ്ങനെയാ മറുപടി വരാമെന്നൊന്നുള്ള അറിയില്ല. പക്ഷെ ഇന്നലെ അവിടെ കണ്ടത് നമ്മൾ കേരളത്തിൽ ഓരോ ജനങ്ങളും ആഗ്രഹിച്ച ഒരു നല്ലൊരു മുഖ്യമന്ത്രിയാണ്, ഒരു ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇത് എനിക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, പേഴ്സണലി അല്ല, ഞാൻ ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കി നമ്മൾക്ക് അത്രയും ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും തുടർന്നും മുന്നോട്ട് അത്രയും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മനുഷ്യർ ജനങ്ങളെ കൂടെ നിൽക്കും. പിന്നെ ആരോഗ്യമന്ത്രി മുരളേട്ടൻ, അതായത് മുരൾ സാറ്, നമ്മൾ അത്രയും നമുക്ക് അവഗണന, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറെ കാലമല്ലോ പറയുന്നത്, നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പൊ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി, അതായത് നമ്മളെ കൂടെ അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മള് നിന്നതും. ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല, അപ്പോഴാണ് ജോലി ഓർഡർ കയ്യിൽ അപ്പം അടിച്ചു തന്നതാണ്. ഒരുപാട് HDS വഴിയാന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഞാൻ എന്റെ കരിയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിൽ എത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ, എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനം ഒന്നും ആവൂല, അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവൂല. ഇനി മുന്നോട്ടും അതുപോലെ പോകാനും നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും. തീർച്ചയായും 9 വർഷക്കാലം ഒരു പക്ഷെ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോന്ന് പോലും ചിന്തിച്ച
ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവന്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിന് ഒരു എളുപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാ അത്രയും ഹൈറായി വന്നു എന്നുള്ളതാണ് സന്തോഷം. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ ₹1 പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല, ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. കേസ് അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് സഹായവും അവർ ചെയ്യാം. കോടതിയിലാണ് അത് അങ്ങനെ പോട്ടെ.